സജ്ജനങ്ങളെ സാദര നമസ്കാരം. വർത്തമാനത്തിൽ ഇന്ന് പ്രധാന 3 വാർത്തകളാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതിലൊന്ന്, നമ്മുടെ രാജ്യത്തിലെ വിവാഹപ്രായം സ്ത്രീക്കും പുരുഷനും 21ലേക്ക് നിജപ്പെടുത്തുന്നു. നിലവിൽ 18 വയസ്സ് കഴിഞ്ഞ പൂർത്തിയായ സ്ത്രീക്കും 21 വയസ്സ് പൂർത്തിയായ പുരുഷനും വിവാഹം കഴിക്കാം. 18-21 എന്ന വ്യത്യാസത്തെ 21 എന്നതിലേക്ക് ക്രമീകരിക്കുന്നു. അതായത് ഭരണകൂടത്തിൻ്റെ ദൃഷ്ടിയിൽ, നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എങ്കിൽ വിവാഹപ്രായത്തിൽ മാത്രം എന്തിനാണ് ഈ വ്യത്യാസം എന്നതാണ് ചോദ്യം. ഈ ചോദ്യം പലപ്പോഴായി ചോദിച്ചുവെങ്കിലും അങ്ങനെയായിരുന്നു രാജ്യത്തിലെ തീരുമാനങ്ങൾ. 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീ, 21 വയസ്സ് കഴിഞ്ഞ പുരുഷൻ. ഇത് മാറിയിട്ട് എല്ലാവർക്കും 21 വയസ്സ് വിവാഹപ്രായമായി നിശ്ചയിക്കുന്നു. വളരെ പോസിറ്റീവായ ഒരു തീരുമാനം. കാരണം നമ്മുടെ നാട്ടിൽ ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, തെറ്റായ ഒളിച്ചോട്ടം പ്രണയ വിവാഹങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് 16, 17, 18 വയസ്സുകൾ പ്രായമുള്ള കുട്ടികളിലാണ് 80% തെറ്റായ തീരുമാനവും എടുക്കപ്പെടുന്നത്. 13 മുതൽ 19 വരെയുള്ള ടീനേജ് കൗമാരകാലം വളരെ അപകടം പിടിച്ചൊരു കാലഘട്ടമാണ്. വിവേകത്തിനേക്കാൾ ഉപരി വികാരം നമ്മെ നിയന്ത്രിക്കുന്നൊരു കാലഘട്ടം. എന്നാൽ 19 വയസ്സ് പിന്നിട്ട് 20 വയസ്സിലേക്ക് കടന്ന് 21 വയസ്സ് പൂർത്തിയാകുമ്പോഴേക്കും ആ പെൺകുട്ടി പക്വതയെ കൈവരിക്കുന്നു. പക്വതയെ കൈവരിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഗൗരവമായ തീരുമാനമെടുക്കുവാൻ കഴിയുന്നു. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിലൂടെ, വാട്സപ്പിലൂടെ പരിചയപ്പെട്ട ഏതോ ഒരുവൻ്റെ കൂടെ 18-20 വർഷക്കാലം വളർത്തി വലുതാക്കിയ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നോടി പോകുമ്പോൾ തീർച്ചയായിട്ടും അപക്വമായ തീരുമാനമായിരുന്നു അതെന്ന് കുട്ടിക്ക് മനസ്സിലാകുവാൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. അപ്പോഴേക്കും അവൾക്ക് വിലപ്പെട്ടതെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും, കവർന്നെടുക്കപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ തെറ്റിദ്ധാരണയുടെ ഒരു ലോകത്ത് താമസിക്കുന്ന, തെറ്റായ പ്രണയത്തെ തിരഞ്ഞെടുക്കുന്ന, മതപരിവർത്തനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച് ഹിന്ദു പെൺകുട്ടികളെ ലവ് ജിഹാദിൽ പെടുത്തുന്നവർക്കെല്ലാം ഒരു വലിയ ബുദ്ധിമുട്ടായിത്തീരുന്നു ഈ ഒരു പ്രായം. കാരണം പ്രണയിച്ചാൽ തന്നെ 21 വയസ്സ് പൂർത്തിയാവാതെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ 21 വയസ്സ് വരെ കാത്തിരിക്കണം. അപ്പോഴേക്കും ആ പെൺകുട്ടിക്ക് കൃത്യമായ ദിശാബോധം വരും. അപക്വമായ തീരുമാനങ്ങളിൽ നിന്ന് പക്വമായ തീരുമാനത്തിലേക്ക് ആ കുഞ്ഞെത്തിപ്പെടും. അതുകൊണ്ട് തന്നെ 21 വയസ്സ് കല്യാണപ്രായം സ്ത്രീക്കുമെന്ന് പറയുന്നത് സ്വാഗതാർഹമാണ്. രണ്ടാമത്തെ ലക്ഷ്യം വർദ്ധിച്ച ജനസംഖ്യയെ തടയുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിൽ ജനസംഖ്യാ നിയന്ത്രണ ബില്ല് കർശനമായി നടപ്പിലാക്കുന്ന ബില്ല് താമസിയാതെ വരാൻ പോകുന്നു, 1-2 വർഷത്തിനകം. കാരണം നമ്മുടെ നാടിൻ്റെ ജനസംഖ്യ 140 കോടിയാണ്. നമ്മുടെ നാടിന് ഒരു 80 കോടി ജനങ്ങളെ പോറ്റുവാനുള്ള കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോഴും 60 കോടിയോളം ജനങ്ങൾ അധികമായിട്ട് ഇന്ന് ഭാരതത്തിനുണ്ട്. വിഭവങ്ങളെ ഇവർക്ക് തുല്യമായി പങ്കിട്ട് കൊടുക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ദാരിദ്ര്യ സൂചികയെക്കുറിച്ചും ദാരിദ്ര്യത്തിൻ്റെ വിഷമതകളെക്കുറിച്ചും അട്ടപ്പാടി അടക്കമുള്ള പട്ടിണി മരണങ്ങളെക്കുറിച്ചുമെല്ലാം നാം ദൈനംദിനം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ വർദ്ധിച്ച ജനസംഖ്യയും വിഭവശേഷിയുടെ കുറവുമാണ്. അപ്പം അതുകൊണ്ട് അതിന് പരിഹാരം ശക്തമായ നിയമങ്ങളിലൂടെ, ആണായാലും പെണ്ണായാലും കുട്ടികൾ 2 മതി എന്ന ആ നിയമത്തെ എല്ലാവരും അനുസരിക്കുക. അതിന് മതം ഒരു തടസ്സമാകരുത്, അതിന് എൻ്റെ വിശ്വാസങ്ങൾ തടസ്സമാകരുത്. ഒരു രാഷ്ട്രത്തിൻ്റെ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ബാധകമായിരിക്കുക. ഇനി വരാൻ പോകുന്നു സാമ്പത്തിക സംവരണം, പട്ടിണി കിടക്കുന്നവരോട് ജാതിയും മതവും ചോദിക്കാത്ത ഭാരതം, ഏക സിവിൽ കോഡ്, എല്ലാവർക്കും ഒരൊറ്റ നിയമം. മതം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. ഞാൻ അമ്പലത്തിൽ പോകുന്നു, എൻ്റെ അയൽക്കാരൻ പള്ളിയിലോ ചർച്ചിലോ പോകുന്നു എന്നതുകൊണ്ട് എൻ്റെ ദേശീയതയോ നിയമമോ കോടതിയോ എൻ്റെ നീതിന്യായ വ്യവസ്ഥിതിയോ ഒന്നും മാറുന്നില്ല. എൻ്റെ നാട്ടിൽ ജീവിക്കുന്ന 140 കോടി ജനങ്ങളെ മതത്തിൻ്റെ കണ്ണുകൊണ്ട് വേർതിരിക്കാതെ എല്ലാവർക്കും ഒരൊറ്റ നിയമം എന്ന് പറയുന്ന ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വിവാഹപ്രായം 21 നിജപ്പെടുത്തുവാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് സ്വാഗതാർഹം തന്നെ. രണ്ടാമത്തെ വാർത്ത, നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികളുടെ യൂണിഫോം ഏകീകരിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ തരം യൂണിഫോം നടപ്പാക്കിയ കോഴിക്കോട് ബാലുശ്ശേരി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുരുഷൻ സ്ത്രീ എന്ന വ്യത്യാസമില്ല. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ തരത്തിലുള്ള വസ്ത്രം ധരിച്ചുകൂടെ? അപ്പോൾ ഇവിടെ പെൺകുട്ടികൾ ധരിക്കുന്നത് പാൻസും ഷർട്ടുമാണ്. അവിടെ മുസ്ലിം കുട്ടികൾക്ക്
അവരുടെ തട്ടം അതുപോലുള്ള കാര്യങ്ങൾ ധരിക്കാം, മുടി മറക്കുവാനുള്ളത് ധരിക്കാം. ഇനി ഏത് പെൺകുട്ടിക്കും ഷാള് ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾക്കിത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക സംഘടനകൾ സമരം തുടങ്ങിയിട്ടുണ്ട്. ആണിനെയും പെണ്ണിനെയും ഒന്നായി കാണണം എന്ന് വേദിയിൽ വെച്ച് സംസാരിക്കുന്ന പല നേതാക്കന്മാരെയും ഇതിൽ അഭിപ്രായം പറയുവാൻ നമ്മൾ കാണുന്നതും ഇല്ല. ഇവിടെ ഒരു സ്ത്രീ പാൻറ് ധരിച്ചു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളില്ല. പാൻറ്റും ഷർട്ടും വളരെ മാന്യമായ ഒരു വേഷം തന്നെയാണ്. പാശ്ചാത്യ വേഷമാണെങ്കിലും നമ്മുടെ നാടും അത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുരുഷനും സ്ത്രീയും ഒരേ നിറത്തിൽ ഒരേ തരത്തിലുള്ള വസ്ത്രം ധരിക്കുമ്പോഴാണ് അത് യൂണിഫോം ആയിത്തീരുന്നത്. അപ്പോൾ സ്ത്രീ പുരുഷ തുല്യതയെ പറയുന്നവർ അവരുടെ വിവാഹപ്രായത്തിലും അവർ ധരിക്കുവാനുള്ള വസ്ത്രത്തിലും തുല്യതയെ കാണണം. ഇപ്പോൾ യൂണിഫോം എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള വസ്ത്രമാകണമെന്നില്ല. എന്നാൽ സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാം യൂണിഫോം ധരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസത്തിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലുള്ള കൈകടത്തലുമല്ല. സാന്ദർഭികവശാൽ പറയട്ടെ, സർക്കാർ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നു. സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളുമെല്ലാം ഒരേ തരത്തിലുള്ള യൂണിഫോം ധരിക്കണം, പാൻറ്റും ഷർട്ടും എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഹിന്ദുക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് ഹിന്ദുക്കൾ അനുസരിക്കുകയും അംഗീകരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. എന്നാൽ ഇസ്ലാമിക സംഘടനകൾ സമരത്തിന് ഇറങ്ങിയത് കണ്ടിട്ട് ഭയപ്പെട്ട് തീരുമാനം മാറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. എന്തായാലും ഈ തീരുമാനം എത്രത്തോളം പിണറായി സർക്കാർ നടപ്പിലാക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം ഇസ്ലാമിക സംഘടനകൾ എതിർക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട്. വഖഫ് ബോർഡിൽ സർക്കാർ നിയമനം വരുമെന്ന് പറഞ്ഞ് ഇസ്ലാമിക സംഘടനകൾ സമരം നടത്തിയപ്പോൾ അവരുമായിട്ട് ചർച്ച നടത്തുകയും അത് മരവിപ്പിക്കുകയും ചെയ്തത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു എന്ന കാര്യം കൂടി നാം മനസ്സിലാക്കുക. ഇസ്ലാം സ്ത്രീക്ക് കൽപ്പിച്ച വിശുദ്ധമായ വേഷം എന്ന് പറയുന്നത് കറുത്ത പർദ്ദയ്ക്കുള്ളിൽ കണ്ണ് മാത്രം പുറത്തു കാണുക എന്നുള്ളതാണ്. അത് ഭാരതം അംഗീകരിച്ചിട്ടുമില്ല. അത് ഹിന്ദു സ്ത്രീകൾക്ക് ഒരിക്കലും അംഗീകരിക്കുവാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ജീവിക്കുന്ന എല്ലാവരെയും മതത്തിൻ്റെ വേർതിരിവില്ലാതെ കാണുവാനും നമ്മുടെ കുട്ടികൾ ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറിയിലോ പഠിക്കുന്നവർക്ക് ഒരേപോലെ ചിന്തിക്കുവാനും ഒരേ വേഷം ധരിക്കുവാനും സ്വാതന്ത്ര്യമുണ്ടാകണം എന്ന് പറയുന്നത് ഒരിക്കലും ആവിഷ്കാരത്തിൻ്റെ മുകളിലുള്ള കടന്നുകയറ്റമല്ല. സർക്കാർ ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കുവാൻ ജനതയ്ക്ക് തീർച്ചയായിട്ടും ബാധ്യതയും ഉണ്ട് എന്നത് സാധാരണയാണ്. പക്ഷേ ഒരു കാര്യം പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ മനസ്സിലാക്കുന്നതെന്ന് 24 സംസ്ഥാനങ്ങളിൽ പശുവിനെ കൊല്ലുന്നതിന് നിരോധനമുണ്ട്. അവിടെ പോയിട്ട് അത് കൊന്നാൽ കേരളത്തിൽ ബീഫ് ഫെസ്റ്റ് നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. ഹരിയാനയിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും പശുവിനെ കൊല്ലുന്നത് അവിടുത്തെ ഭരണകൂടം നിരോധിച്ചപ്പോൾ അത് ചെയ്തു എന്നതിൻ്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ബീഫ് ഫെസ്റ്റ് നടത്തരുത്. കാരണം ഇവിടെ നിങ്ങൾക്ക് പശുവിനെ കൊല്ലാം, ഇവിടെ അതിന് നിരോധനമില്ല. മറിച്ച് ഉത്തർപ്രദേശിൽ നിരോധനമുണ്ട്. നിരോധിച്ച സ്ഥലത്ത് സർക്കാർ നിരോധിച്ച കാര്യങ്ങൾ പൗരൻ ചെയ്യാൻ പാടില്ല എന്നത് ഇതിനോട് ചേർത്ത് വായിക്കുക. മൂന്നാമത്തെ വളരെ ഗംഭീരമായൊരു കാര്യമാണ് വോട്ടർ പട്ടികയെ ആധാറുമായി ബന്ധിപ്പിക്കുന്നു. വളരെ നല്ല കള്ളവോട്ടുകളെ പരിപൂർണമായിട്ട് ഒഴിവാക്കുക നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നാണ്. രാജ്യത്തിലെ പൂർണ്ണമായും ആളുകൾ ആധാറിലേക്ക് വരികയും 18 വയസ്സ് കഴിഞ്ഞവർക്ക് വോട്ടവകാശം ലഭിക്കുമ്പോൾ അവരുടെ വോട്ടിംഗ് പട്ടികയിലെ പേര് വോട്ടർ പട്ടികയിലെ പേര് ആധാറുമായിട്ട് ഘടിപ്പിക്കുമ്പോൾ ഒരാൾക്ക് ഒരു വോട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല പൗരന് കൃത്യമായിട്ട് എവിടെ നിന്നും വോട്ട് രേഖപ്പെടുത്തുവാനുള്ള സംവിധാനം, ഒരു പ്രത്യേക ബൂത്തിൽ പ്രത്യേക സമയത്ത് ചെല്ലണം എന്ന് പറയുന്ന വ്യവസ്ഥകളെല്ലാം മാറ്റിക്കൊണ്ട് കാലഘട്ടത്തിനൊപ്പം പരിഷ്കരിച്ച് എൻ്റെ ആധാർ എങ്ങനെയാണോ റേഷൻ കടയിൽ നിന്ന് നമ്മൾ ഇന്ന് അരി മേടിക്കുന്നത്, നമ്മുടെ വിരൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ അരി മേടിക്കുന്നത്, ഇതുപോലെ നമ്മുടെ ആധാർ ഉപയോഗിച്ച് നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് ഒരൊറ്റ പ്രാവശ്യം നമുക്ക് വോട്ട് ചെയ്യാം. കള്ള വോട്ട് ഇല്ലാതാകുമ്പോൾ ഏതൊക്കെ പാർട്ടി ഇവിടെ ബാക്കി കാണുമെന്ന് കൂടി നമുക്ക് കാത്തിരുന്നു കാണാം. എന്തായാലും വളരെ നല്ലൊരു തീരുമാനം. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് വോട്ടവകാശത്തെ വിനിയോഗിക്കുക എന്നുള്ളതാണ്. എന്നാൽ കള്ളവോട്ടിൻ്റെയും തെറ്റായ വോട്ട് സംവിധാനത്തിൻ്റെയും വലിയ ഒരു തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കെ അതിൽ നിന്ന് സമ്പൂർണ്ണമായ മോചനമാണ്. ആധാറിനെ വോട്ടർ പട്ടികയുമായിട്ടോ ഇനി വരുന്ന വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധിപ്പിക്കും. അപ്പോൾ ഒരു വാർഡിൽ 1000 വോട്ടുകളുണ്ട് എങ്കിൽ അവരുടെ എല്ലാം പേരുകൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടാമതൊരു വോട്ട് ചെയ്യുവാൻ അവർക്ക് സാധ്യമല്ല. വളരെ വളരെ പോസിറ്റീവായൊരു തീരുമാനമാണ് രാഷ്ട്രത്തിൻ്റെ ഭരണകൂടം എടുത്തിരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ആധാറിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞാൽ പരിപൂർണമായ സംശുദ്ധമായ വോട്ടിംഗ് സംവിധാനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം ഏതൊക്കെ പാർട്ടികൾ ഇതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന്.
അപ്പോൾ നമുക്കറിയാം ആരുടെ കയ്യിലാണ് കള്ളവോട്ടുള്ളത് എന്ന്. തീർച്ചയായിട്ടും ഇത്തരം മാറ്റങ്ങൾ സമാജത്തിന് അനിവാര്യമാണ്. അത് ജീവിതത്തിൽ വളരെ വേഗം പകർത്തേണ്ടതുമാണ്. സാമൂഹ്യ വ്യവസ്ഥിതിക്ക് വളരെ ഉപകരിക്കുന്നതുമാണ്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.